നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കന്യരാശിക്കാരുടെ, അതായത് ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരുടെ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ ഫലങ്ങളെ കുറിച്ചാണ്. 2026 ഈ 3 മാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാവാൻ 3 കാരണങ്ങളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് 12 വർഷത്തിന് ശേഷം വ്യാഴം തന്റെ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്നതാണ്. ഇതോടൊപ്പം ചൊവ്വ സ്വന്തം രാശിയായ മേടത്തിലൂടെ സഞ്ചരിക്കുന്നു. കൂടാതെ സൂര്യനും തന്റെ ഉച്ചരാശിയായ മേടത്തിലൂടെ സഞ്ചരിക്കുന്നു. ഈ ഗ്രഹങ്ങളുടെ സംക്രമണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. 2026 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയിൽ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏപ്രിൽ മാസം 11 തീയതിക്ക് മുൻപുള്ള ദിവസങ്ങളിലും അതുപോലെ മെയ് മാസം 1 മുതൽ 15 വരെയുള്ള 2 ആഴ്ച കാലയളവും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണം. ഈ സമയങ്ങളിൽ രോഗപ്രതിരോധ ശേഷിയിൽ നേരിയ കുറവുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ചെറിയ ലക്ഷണങ്ങളെ പോലും അവഗണിക്കരുത്. ഈ കാലയളവിൽ അമിതമായ ശരീരക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വേണ്ടത്ര വിശ്രമം ലഭിച്ചില്ലെങ്കിൽ ഇത് നിങ്ങളെ കൂടുതൽ തളർത്തും. കൂടാതെ പൊടിപടലങ്ങളിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ ഉള്ള അലർജികൾ, കാലാവസ്ഥാ മാറ്റം മൂലമുണ്ടാകുന്ന അണുബാധകൾ എന്നിവ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾ ദൂരയാത്രകൾ പോകുമ്പോഴോ വിവാഹം പോലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോഴോ ഭക്ഷണകാര്യത്തിൽ പ്രത്യേക നിയന്ത്രണം വേണം. വയറിന് അസ്വസ്ഥതയോ ദഹനക്കേടുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ മാനസികമായ സമ്മർദ്ദം മൂലമോ വെയിലേൽക്കുന്നത് മൂലമോ കഠിനമായ തലവേദനയും വരാൻ സാധ്യതയുണ്ട്. മെയ് മാസം 15 തീയതിയോടെ ബുധൻ നിങ്ങളുടെ ജാതകത്തിലെ 9ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ഈ രാശിമാറ്റം നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. മെയ് പകുതിക്ക് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ പടിപടിയായി മാറുകയും നിങ്ങൾ കൂടുതൽ ഉന്മേഷവാനാവുകയും ചെയ്യും. ജൂൺ മാസം എത്തുന്നതോടെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായും മെച്ചപ്പെടും. കായികമായി നല്ല ഊർജം കൈവരിക്കാനും മാനസികമായി വലിയ ആത്മവിശ്വാസം അനുഭവപ്പെടാനും ഈ മാസം നിങ്ങളെ സഹായിക്കും. പഠനത്തിന്റെ കാര്യത്തിൽ ഈ വർഷം നിങ്ങൾക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത്. എങ്കിലും കൃത്യമായ പ്ലാനിങ്ങിലൂടെ മുന്നോട്ടു പോയാൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. നിങ്ങൾ ഏതെങ്കിലും പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുകയാണെങ്കിൽ ജൂൺ 2 ശേഷം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറും. ജൂൺ 2 തീയതി മുതൽ പഠനകാര്യങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകും. അതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുകയും പരീക്ഷകളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല വിജയം നേടാൻ സാധിക്കുകയും ചെയ്യും. ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിന്റെ ആദ്യ പകുതിയിലും പഠനത്തിൽ അല്പം ശ്രദ്ധ കൂടുതൽ വേണം. ഈ സമയത്ത് ചിലപ്പോൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. വീട്ടുജോലികൾ മൂലമോ മറ്റ് ചെറിയ പ്രശ്നങ്ങൾ മൂലമോ പഠന സമയം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ 2 മാസങ്ങളിൽ മടി വിട്ടുമാറ്റി കൂടുതൽ പരിശ്രമിക്കണം. നിങ്ങൾ PSC, UPSC അല്ലെങ്കിൽ മറ്റ് സർക്കാർ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഏപ്രിൽ 14 മുതൽ മെയ് 15 വരെയുള്ള സമയം വളരെ നിർണായകമാണ്. ഈ കാലയളവിൽ സൂര്യന്റെ ഗ്രഹനില നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഇത് സർക്കാർ തലത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സഹായിക്കും. കേവലം ഒരു ജോലി ലഭിക്കുക എന്നതിലുപരി ഉയർന്ന തസ്തികകളിലേക്ക് എത്താനുള്ള ഭാഗ്യം ഈ സമയത്തുണ്ട്. സ്ഥാനക്കയറ്റത്തിന് ശ്രമിക്കുന്നവർക്കും പുതിയ ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ 3 മാസങ്ങൾ പുതിയ വഴിത്തിരിവാകും. നിങ്ങളുടെ കഴിവിനുള്ള അംഗീകാരം ലഭിക്കാനും സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കാനും ഈ സമയം സഹായിക്കും. കന്യരാശിക്കാരുടെ വിവാഹ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ 3 മാസങ്ങളിൽ സന്തോഷകരമായ അനുഭവങ്ങളും അതുപോലെ ചില ജാഗ്രത വേണ്ട നിമിഷങ്ങളും കടന്നു വരുന്നുണ്ട്. ഏപ്രിൽ മാസം 14 തീയതി വരെ നിങ്ങളുടെ ജാതകത്തിലെ 7ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ശനി എന്നീ ഗ്രഹങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു. ജ്യോതിഷപരമായി ഇത് വളരെ ശക്തമായ ഒരു നിലയാണ്. ഇതിന്റെ ഫലമായി ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ തോതിലുള്ള അസ്വസ്ഥതകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായേക്കാം. പങ്കാളികൾ തമ്മിൽ അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ നടക്കാൻ സാധ്യതയുള്ളതിനാൽ സംയമനം പാലിക്കുന്നത് നന്നായിരിക്കും.
ഈ സമയത്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ദഹനക്കേടോ ഗ്യാസ് സംബന്ധമായ ബുദ്ധിമുട്ടുകളോ വരാം. ദന്ത സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. തൊണ്ടവേദനയോ ഇൻഫെക്ഷനോ വരാൻ സാധ്യതയുള്ളതിനാൽ തണുത്ത ഭക്ഷണങ്ങളും പാനീയങ്ങളും നിയന്ത്രിക്കുന്നത് നല്ലതാണ്. വീട്ടുകാര്യങ്ങളോ സാമ്പത്തികമായ കാര്യങ്ങളോ ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ കാര്യങ്ങൾ വലിയ തർക്കങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള സമയമാണിത്. പങ്കാളിയുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കാൻ തയ്യാറാവുകയും ദേഷ്യം തോന്നുന്ന സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുകയും ചെയ്യുന്നത് ബന്ധം ഊഷ്മളമായി നിലനിർത്താൻ സഹായിക്കും. ജൂൺ 2 ശേഷം അനുകൂല സമയമാണ്. വിവാഹ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി വരുന്ന ഒരു സമയമാണിത്. ജൂൺ 2 മുതൽ ദാമ്പത്യത്തിൽ വലിയ പുരോഗതിയും സമാധാനവും ഉണ്ടാകും. പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും. മുൻപുണ്ടായിരുന്ന പിണക്കങ്ങൾ മാറാനും പങ്കാളിയോടൊപ്പം സന്തോഷകരമായ സമയം ചിലവഴിക്കാനും ഈ കാലയളവിൽ സാധിക്കും. ഒരുമിച്ച് യാത്രകൾ പോകാനോ പുതിയ തീരുമാനങ്ങൾ എടുക്കാനോ ഈ സമയം ഏറ്റവും അനുയോജ്യമാണ്. ഈ 3 മാസങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും ഔദ്യോഗിക വളർച്ചയ്ക്കും വളരെ നിർണായകമാണ്. ഭാഗ്യാധിപനായ ശുക്രന്റെ മാറ്റമാണ് ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യാധിപനായ ശുക്രൻ ഏപ്രിൽ 19 9-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. ജ്യോതിഷപ്രകാരം 9-ാം ഭാവം ഭാഗ്യത്തിന്റെയും പുണ്യത്തിന്റെയും സ്ഥാനമാണ്. ഇതിനർത്ഥം ഏപ്രിൽ 19 ശേഷം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യത്തിന്റെ വലിയൊരു പിന്തുണയുണ്ടാകുമെന്നാണ്. മുടങ്ങിപ്പോയ പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ ഈ സമയം നിങ്ങളെ സഹായിക്കും. സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുയോജ്യമാണ്. വീട്, സ്ഥലം അല്ലെങ്കിൽ വാഹനം എന്നിവ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഏപ്രിൽ 19 ശേഷം നല്ല സമയമാണ്. ഓഹരി വിപണിയിലോ സ്വർണത്തിലോ മറ്റോ ദീർഘകാലത്തേക്ക് പണം നിക്ഷേപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാലയളവ് ഗുണകരമായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്കും നിലവിൽ ജോലി ചെയ്യുന്നവർക്കും ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കാനും ജോലിയിൽ ഉയർന്ന പദവികളിലേക്ക് ഉയർത്തപ്പെടാനും സാധ്യതയുണ്ട്. നിലവിലെ ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കോ പുതിയ ജോലി നേടുന്നവർക്കോ മികച്ച ശമ്പളത്തോടു കൂടിയ നല്ല അവസരങ്ങൾ ഈ സമയത്ത് ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് മെയ് 15 ശേഷം വളരെയധികം പുരോഗതിയുള്ള കാലഘട്ടമാണ്. നിങ്ങളുടെ ബിസിനസ്സിലേക്ക് പുതിയ കസ്റ്റമേഴ്സോ വലിയ പ്രൊജക്ടുകളോ കടന്നു വരും. മുമ്പ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നോ കച്ചവടത്തിൽ നിന്നോ വലിയ ലാഭം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി നിങ്ങൾ വളരെ ശക്തമായ ഒരു നിലയിലെത്തും. ഒന്നിലധികം വഴികളിലൂടെ വരുമാനം വരാൻ സാധ്യതയുണ്ട്. വരുമാനം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ചില അപ്രതീക്ഷിത ചിലവുകളും ഈ സമയത്തുണ്ടായേക്കാം. കുടുംബത്തിലെ ശുഭകാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ആഡംബര വസ്തുക്കൾക്കോ വേണ്ടി പണം ചിലവാക്കാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ ഒരു ബജറ്റ് പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും. ചുരുക്കത്തിൽ ഏപ്രിൽ 19 ശേഷം നിങ്ങളുടെ സാമ്പത്തിക ഗ്രാഫ് ഉയരത്തിലേക്കായിരിക്കും. നിക്ഷേപങ്ങൾക്കും കരിയറിലെ വലിയ മാറ്റങ്ങൾക്കും ഈ സമയം ധൈര്യമായി ഉപയോഗപ്പെടുത്താം. 2026 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള 3 മാസങ്ങൾ കന്നിരാശിക്കാർക്ക് വലിയ മാറ്റങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും കാലമാണ്. തുടക്കത്തിൽ ആരോഗ്യത്തിലും സംസാരത്തിലും അല്പം ജാഗ്രത പാലിക്കേണ്ടതുണ്ടെങ്കിലും ഗ്രഹനിലകൾ മാറുന്നതോടെ ജൂൺ മാസത്തിൽ നിങ്ങളുടെ കരിയറിലും വ്യക്തിജീവിതത്തിലും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.